സമൂഹത്തിൽ വളരെ മാന്യതയും ധാരാളം ശിഷ്യസമ്പത്തും നേടിത്തരുന്ന ഒരു തൊഴിലാണ് അധ്യാപനം എന്ന് പറയുന്നത്. മലയാള ഭാഷയും സാഹിത്യവും പഠിക്കുന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അധ്യാപകനാകാനുള്ളത്. ആ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് ഇതാ ഒരു സുവർണ അവസരം വന്നെത്തിയിരിക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉടൻ തന്നെ വിളിക്കാൻ പോകുന്ന HSA മലയാളം ഹൈസ്കൂൾ അസിസ്റ്റന്റ് മലയാളം തസ്തികയിലേക്ക് അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് മലയാളം ബാച്ചിന്റെ ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധ്യാപകൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂവണിക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, സാഹിത്യ പഠനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് പാശ്ചാത്യ സാഹിത്യ തത്വചിന്തയും പൗരസ്ത്യ സാഹിത്യ തത്വചിന്തയും. അതിൽ പാശ്ചാത്യ സാഹിത്യ തത്വചിന്തയുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിലെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, സംവാദ കൃതികൾ അഥവാ ഡയലോഗ്സ് ലോകത്തിന് സംഭാവന ചെയ്ത പാശ്ചാത്യ ചിന്തകൻ ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹോറേസ്, ലോങ്കിനസ്. ക്ലാസിക് കാലഘട്ടത്തിലെ 4 ചിന്തകരാണ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഹോറസും ലോങ്കിനസും. അതിൽ സംവാദ കൃതികൾ ലോകത്തിന് സംഭാവന ചെയ്ത പാശ്ചാത്യ ചിന്തകൻ ആരെന്നുള്ള ചോദ്യം. അതിന്റെ ഉത്തരം പ്ലേറ്റോ എന്നുള്ളതാണ്. ഓക്കെ, സംവാദ കൃതികളിലൂടെ തന്റെ ആശയവാദപരമായ കലാതത്വചിന്ത ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് പ്ലേറ്റോ ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് റിപ്പബ്ലിക്. അതിൽ അദ്ദേഹം തന്റെ ആദർശ ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ആദർശ ലോകത്തിൽ നിന്ന് അദ്ദേഹം കലയെ പുറത്തു നിർത്തുകയാണ് ചെയ്യുന്നത്. കാരണം കല സത്യത്തിൽ നിന്ന് 3 മടങ്ങ് അകലെയാണെന്നും അത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കലയെ പുറത്തു നിർത്തുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് പ്ലേറ്റോവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് എന്ന കൃതിയും കലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു പഠിക്കുക. സംവാദ കൃതികൾ ലോകത്തിന് സംഭാവന ചെയ്ത ചിന്തകനാരെന്ന് ചോദിച്ചാൽ ഉത്തരം പ്ലേറ്റോ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഭാരതീയരുടെ കവിശിക്ഷയെ ഓർമ്മിപ്പിക്കുന്ന പാശ്ചാത്യ ഗ്രന്ഥം ഏതെന്ന് പലപ്പോഴും പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. റിപ്പബ്ലിക്, പോയറ്റിക്സ്, ആർട്സ് പോയിറ്റിക്ക, ബയോഗ്രഫിയ ലിറ്ററേറിയ എന്നിവ. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ആർട്സ് പോയിറ്റിക്കയാണ്. ഹോറസ് രചിച്ച ആർട്സ് പോയിറ്റിക്ക കവികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ്. ഭാരതീയരുടെ കവിശിക്ഷയെ ഓർമ്മിപ്പിക്കുന്ന പാശ്ചാത്യ ഗ്രന്ഥമാണ്. അടുത്ത ചോദ്യം, ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന ഗ്രന്ഥം രചിച്ചതാര്? കോൾറിഡ്ജ്, എലിയറ്റ്, വേർഡ്സ്വർത്ത്, ഷെല്ലി എന്നിവരുടെ പേരുകൾ. പാശ്ചാത്യ കാൽപ്പനികതയുടെ മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കുന്ന ലിറിക്കൽ ബാലറ്റ്സ് എന്ന ഗ്രന്ഥം എഴുതിയത് വേർഡ്സ്വർത്തും കോൾറിഡ്ജും ചേർന്നാണ്. പാശ്ചാത്യ കാൽപ്പനികതയിലെ പ്രധാനപ്പെട്ട ഒരു വിമർശകനായി ഗണിച്ചു പോകുന്ന വിമർശകനാണ് കോൾറിഡ്ജ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറയുന്നത്. പാശ്ചാത്യ ലോകത്തിലെ റൊമാൻറ്റിക് പ്രസ്ഥാനത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചുമുള്ള തന്റെ ചിന്താ പദ്ധതി അദ്ദേഹം അവതരിപ്പിക്കുന്നത് ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന ഈ ഗ്രന്ഥത്തിലൂടെയാണ്. അടുത്ത ചോദ്യം, കവി ലോകത്തിന്റെ നിയമനിർമ്മാതാവാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഷെല്ലി, കീറ്റ്സ്, കോൾറിഡ്ജ്, വേർഡ്സ്വർത്ത്. പ്രധാനപ്പെട്ട ഒരു കവിയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട നിർവചനമാണിത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഷെല്ലിയാണ്. കവി ലോകത്തിന്റെ നിയമനിർമ്മാതാവാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഷെല്ലിയാണ്. ഷെല്ലിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, അധികാരമുക്തമായ ഒരു ജ്ഞാനവും ഇല്ല എന്ന് പ്രഖ്യാപിച്ച പാശ്ചാത്യ ചിന്തകൻ ആര്? എല്ലാ ജ്ഞാനവും അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഓപ്ഷൻസ് എ, ഫൂക്കോ, നീഷെ, സൊസു, ദറീദ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട 4 പേരുകൾ. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഫൂക്കോ ആണ്. പാശ്ചാത്യ ലോകത്ത് ഘടനാവാദത്തിന് ശേഷം ഉയർന്നു വന്ന ഘടനാവാദാനന്തര ചിന്തകൾ, സ്ട്രക്ചറലിസത്തിന് ശേഷം ഉയർന്നു വന്ന പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ചിന്താ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഓപ്ഷൻ എ ആയ മിഷേൽ ഫൂക്കോ. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അധികാരമുക്തമായ ഒരു ജ്ഞാനവും ഇല്ല എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ് അഥവാ വ്യവഹാരം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പദമാണ്. അധികാരത്തെക്കുറിച്ച് പഠിക്കുകയും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ചിന്തകനാണ് ഫൂക്കോ. നോക്കൂ, അധികാരമുക്തമായ ഒരു ജ്ഞാനവുമില്ല എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ഫൂക്കോ ആണ്. അടുത്ത ചോദ്യം, കോളനിവൽക്കരണത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക യുക്തികൾക്കെതിരായ പ്രതികരണം എന്ന നിലയിൽ ഉയർന്നു വന്ന ചിന്താ പദ്ധതി ഏത്? പോസ്റ്റ് കൊളോണിയലിസം, നവചരിത്രവാദം, ഫോർമലിസം, സ്ട്രക്ചറലിസം. പാശ്ചാത്യ സാഹിത്യ തത്വചിന്തയിൽ ഉത്തരാധുനിക കാലഘട്ടത്തിൽ ധാരാളം സാഹിത്യ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സാഹിത്യ സിദ്ധാന്തങ്ങൾ മാത്രമല്ല, അവ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തേക്കും കൂടി രൂപപ്പെടുത്തപ്പെട്ടുള്ളവയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോളനിവൽക്കരണത്തിനെതിരായി ഉയർന്നു വന്ന
ഈ ചിന്താ പദ്ധതി ഏതെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ പോസ്റ്റ് കൊളോണിയലിസം ആണ്. കോളനിവൽകൃത രാജ്യങ്ങളിൽ കൊളോണിയലിസത്തിന് ശേഷം കോളനി വാഴ്ചയിൽ നിന്ന് മുക്തമായതിനു ശേഷവും കൊളോണിയലിസത്തിൻ്റെതായിട്ടുള്ള അവശിഷ്ടങ്ങൾ സാംസ്കാരികമായും രാഷ്ട്രീയമായും പ്രകടിപ്പിക്കപ്പെടുന്നു എന്നാണ് പ്രധാനമായിട്ടും ഈ ചിന്താഗതി അവതരിപ്പിക്കുന്നത്. സോ കോളനിവൽക്കരണത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക യുക്തികൾക്കെതിരായ പ്രതികരണം എന്ന നിലയിൽ ഉയർന്നു ചിന്താ പദ്ധതി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പോസ്റ്റ് കൊളോണിയലിസം എന്നാണ്. നവചരിത്രവാദം റഷ്യൻ ഫോർമലിസത്തിന്റെ ചരിത്ര നിരാസത്തിനെതിരായി ഉയർന്നു വന്നതാണ് നവചരിത്രവാദം. ഫോർമലിസം റഷ്യയിൽ ഉയർന്നു വന്ന ചിന്താ പദ്ധതിയാണ്. സ്ട്രക്ചറലിസം നമുക്കറിയാം, ഘടനാവാദം. ഫെർഡിനാൻഡ് ഡി സസൂറോടുകൂടിയാണ് ഘടനാവാദം ഉയർന്നു വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹെറ്ററോഗ്ലോസിയ, പോളിഫോണി എന്നീ പദങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എ ബക്തിൻ, ഗ്രാംഷി, ലൂക്കാഷ്, ബ്രത്ത്. ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ ഘട്ടത്തിന് ശേഷം പോസ്റ്റ് മാർക്സിസ്റ്റ് ഘട്ടത്തിൽ ധാരാളം മാർക്സിസ്റ്റ് ചിന്തകന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് ബക്തിൻ എന്ന് പറയുന്നത്. ബക്തിൻ റഷ്യയിൽ ജീവിച്ചിരുന്ന ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഹെറ്ററോഗ്ലോസിയയും പോളിഫോണി തുടങ്ങിയ പദങ്ങൾ. അതുപോലെ ഗ്രാംഷിയുമായി ബന്ധപ്പെട്ടത് ഹെജിമണി അഥവാ മേൽക്കോയ്മ എന്ന പദമാണ്. ലൂക്കാച്ചുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററി ആൻഡ് ക്ലാസ് കോൺഷ്യസ് എന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം തന്റെ റിയലിസത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്ന ലൂക്കാച്ച് അവതരിപ്പിക്കുന്ന റിയലിസത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിലവിലുള്ളതിനെ അപ്പടി ആവിഷ്കരിക്കുകയല്ല, അതിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നതാണ് റിയലിസം എന്ന പ്രഖ്യാതമായ റിയലിസത്തെ സംബന്ധിച്ച അഭിപ്രായമാണ് ലൂക്കാച്ച് പ്രകടിപ്പിക്കുന്നത്. ബ്രത്ത് ആകട്ടെ നാടകത്തിലെ എലിനേഷൻ എഫക്ട്, അന്യവൽക്കരണ സിദ്ധാന്തത്തിന്റെ വക്താവാണ് ബ്രത്ത്. അടുത്ത ചോദ്യം. ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി രചിച്ചാൽ ലോകത്ത് വളരെയധികം പൊള്ളക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ് ഫെമിനിസം. നമ്മുടെ ലോകം എന്ന് പറയുന്നത് പുരുഷാധിപത്യ ലോകമാണെന്നും പുരുഷന്മാരുടെ ആധിപത്യമാണ് നിലനിൽക്കുന്നതെന്നും സ്ത്രീകൾ അവിടെ രണ്ടാം തരക്കാരായി മാറുന്നുവെന്നും ജെൻഡർ ഇനിക്വാലിറ്റി അഥവാ ലിംഗവിവേചനം നിലനിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗസമത്വം ഉയർത്തിയ ഒരു ചിന്താ പദ്ധതിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ഫെമിനിസത്തിന് വളരെയധികം സംഭാവന നൽകിയ പുസ്തകമാണ് ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി. ഇത് രചിച്ചതായിരുന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബെറ്റി ഫ്രൈഡൻ, ബി വെർജീനിയ വോൾഫ്, സി സിമോൺ ദി ബൂവർ, ഡി ജൂഡിത്ത് ബട്ട്ലർ. ഉത്തരം എന്ന് പറയുന്നത് ബെറ്റി ഫ്രൈഡൻ. വെർജീനിയ വോൾഫിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതി എന്ന് പറയുന്നത് എ റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള പുസ്തകമാണ്. സിമോൺ ദി ബൂവറുടെ സെക്കൻഡ് സെക്സ് ആണ് പ്രധാനമായിട്ട് എഴുതിയിട്ടുള്ളത്. വെർജീനിയ വോൾഫ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ നിന്ന് ഒരു ഷേക്സ്പിയർ ഉണ്ടാകാത്തത്? ഓരോ എഴുത്തുകാരിക്കും സ്വന്തമായൊരു മുറി വേണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എഴുത്തിന് വേണ്ടിയിട്ടും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സമയം കണ്ടെത്താൻ കഴിയണം. അങ്ങനെ സാംസ്കാരികമായ ഉന്നതി ഉണ്ടാകുമെന്നാണ് വിർജീനിയ വൂൾഫ് അഭിപ്രായപ്പെടുന്നത്. സിമോൺ ദി ബൂവെ ആണെങ്കിലോ സെക്കൻഡ് സെക്ഷൻ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തുണ്ട്. ഒരു സ്ത്രീയും സ്ത്രീയായി ജനിക്കുകയല്ല, സ്ത്രീയായി തീരുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുരുഷാധിപത്യ ലോകത്തിന് കീഴിൽ അവർ രണ്ടാം തരക്കാരായി മാറുകയാണ് എന്നുള്ളതാണ് സിമോൺ ദി ബൂവർ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ഫെമിനിസത്തിന് വലിയ സംഭാവന നൽകുകയാണ് ജൂഡിത്ത് ബട്ട്ലർ. ഓക്കെ, അടുത്ത ചോദ്യം. ടച്ച് സ്റ്റോൺ മെത്തേഡ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാര് എന്നുള്ളതാണ് ചോദ്യം. നികഷോബല സിദ്ധാന്തം അല്ലെങ്കിൽ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നാണ് ചോദിക്കുന്നത്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടുള്ള സിദ്ധാന്തമാണത്. ഓപ്ഷൻ എ മാത്യു അർണോൾഡ്, ബി എലിയറ്റ്, സി കോൾറിഡ്ജ്, ഡി വേർഡ്സ്വർത്ത്. 4 ചിന്തകരാണ്: മാത്യു അർണോൾഡ്, എലിയറ്റ്, കോൾറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മാത്യു അർണോൾഡ് ആണ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യ വിമർശകനായിരുന്നു മാത്യു അർണോൾഡ്. കല അല്ലെങ്കിൽ കവിത ആത്യന്തികമായി ജീവിത വിമർശനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകനാണ് മാത്യു അർണോൾഡ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. അതായത് ഒരു കൃതി അത് മികച്ചതാണെന്നറിയാൻ ചരിത്രത്തിലെ പാരമ്പര്യത്തിലെ ക്ലാസിക്കുകളുമായി അതിനെ തട്ടിച്ചു നോക്കണം, അതുമായി താരതമ്യപ്പെടുത്തി നോക്കണം, അതുമായി ഉരച്ചു നോക്കിയാൽ അതിന്റെ മാറ്ററിയാൻ കഴിയുമെന്നാണ് മാത്യു അർണോൾഡ് പറയുന്നതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഓക്കെ, അടുത്ത വസ്തു സംയോജകം അഥവാ ഒബ്ജക്റ്റീവ് കോറിലേറ്റ് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ടി.എസ്. എലിയറ്റ്, ബി കോൾറിഡ്ജ്, സി വേർഡ്സ്വർത്ത്, ഡി മാത്യു അർണോൾഡ്. ആംഗലേയ സാഹിത്യത്തിലെ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിമർശകനാണ് ടി.എസ്. എലിയറ്റ് എന്ന് പറയുന്നത്. ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന ലേഖനത്തിലൂടെയാണ് അദ്ദേഹം തന്റെ പ്രധാനപ്പെട്ട കലാ തത്വചിന്ത അവതരിപ്പിക്കുന്നത്. കവിത നിർവൈയക്തികമാണ് എന്ന പ്രധാനപ്പെട്ട വികാരങ്ങളിൽ നിന്നുള്ള രക്ഷ നേടലാണ്, നിർവൈയക്തികമാണെന്നാണ് എലിയറ്റ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ വേർഡ്സ്വർത്ത് ആകട്ടെ വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് കവിത എന്ന് പറയുമ്പോൾ വികാരങ്ങളിൽ നിന്ന് രക്ഷ നേടലാണ് കവിത എന്ന് പറയുന്ന ആളാണ് ടി.എസ്. എലിയറ്റ്. ഇതിൽ തന്നെ കല വികാരങ്ങളെ കലയിൽ നേരിട്ട് ആവിഷ്കരിക്കാൻ കഴിയില്ല എന്ന ആശയമാണ് പ്രധാനമായിട്ടും എലിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. വികാരങ്ങളെ നേരിട്ട് ആവിഷ്കരിക്കുന്നതിന് പകരം
വസ്തുക്കളുടെയോ സംഭവങ്ങളുടെയോ ഒരു പരമ്പര സൃഷ്ടിക്കുകയും അവ തമ്മിൽ പരസ്പരമായ ഒരു ബന്ധമുണ്ടായിരിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് അദ്ദേഹം ഒബ്ജക്റ്റീവ് കോറിലേറ്റ് എന്ന് വിളിക്കുന്നത്. കലയിൽ വികാരങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഒരു സൂത്രവാക്യം എന്നാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അഥവാ വസ്തു സംയോജകത്തെ അദ്ദേഹം പറയുന്നത്. ഈ വസ്തു സംയോജകം കണ്ടെത്താൻ കഴിയാത്ത കൊണ്ടാണ് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് കലാപരമായ ഒരു പരാജയപ്പെട്ട കൃതിയാണെന്നും ടി.എസ്. എലിയറ്റ് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് നേരിടാനുള്ളത്. പാശ്ചാത്യ സാഹിത്യ തത്വചിന്തയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട മേഖലകൾ ടച്ച് ചെയ്യുകയും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് ചോദിച്ചത്. നോക്കൂ, ഞാൻ വീണ്ടും പറയുന്നു, HSA മലയാളം എന്ന് പറയുന്നത് മലയാള സാഹിത്യം ഭാഷയും പഠിച്ച് B.Ed ബിരുദവും നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ഒരു കാരണവശാലും പാഴാക്കരുത്. അധ്യാപകരാനുള്ള ഒരു സുവർണ അവസരമാണിത്. ഇതിനു വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ലോങ് ബാച്ച് HSA മലയാളത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ഈ അവസരം ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവരും ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ലോങ് ബാച്ചിൽ ചേരുകയും അധ്യാപകരാവുള്ള നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യ ചുവടുവയ്പ് നടത്തുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.